വെഞ്ഞാറമൂട് കൊലക്കേസ് പ്രതി അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ജയിലിലെ ആ സെല്ല് സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥൻ ഫോൺ ചെയ്യാൻ മാറിയപ്പോൾ ഇയാൾ അലക്കാനിട്ടിരുന്ന തൻ്റെ ഉണങ്ങിയ മുണ്ടെടുത്ത് കഴുത്തിൽ ചുറ്റി ശുചിമുറിയിൽ തൂങ്ങാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. കൂടെ ഒരു തടവുകാരനെ ഇപ്പം കൂടെ കിടത്തിയിട്ടുണ്ട്. നേരത്തെ ഒറ്റയ്ക്കായിരുന്നു. അതിന് റിസ്ക് കൂടുതലുള്ളത് കൊണ്ട് ഒരാൾ കൂടെയുണ്ട്. കൂടാതെ ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ പെർമനൻ്റായിട്ട് ആ സെല്ലിൻ്റെ അവിടെ വാച്ചിങ് നടത്തുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് തടവുകാർക്കൊരു സിനിമ കാണിക്കും ഞായറാഴ്ച. അതുകൊണ്ട് എല്ലാവരും സിനിമ കാണാനുള്ള ഉത്സാഹത്തിൽ പോകാൻ റെഡിയായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ അഫാനും സിനിമ കാണാനായിട്ട് പോകും. അതിനു മുമ്പ് അയാൾ ശുചിമുറി കയറി, പിന്നെ ഇറങ്ങിയില്ല. അവിടെ തൻ്റെ ഉണക്കാനിട്ടിരുന്ന ഡ്രൈഡായിട്ടുള്ള ആ മുണ്ട് അത് കഴുത്തി ചുറ്റി അവിടെ തൂങ്ങിയായിട്ടാണ് മനസ്സിലാകുന്നത്. എത്ര നേരം തൂങ്ങി നിന്നു എന്താണെന്ന് അറിയില്ല നമുക്ക്. 11 മണിക്കാണ് സംഭവം രാവിലെ. ജയിലധികൃതരെല്ലാം ഓടിക്കൂടി കെട്ടഴിച്ചു. അയാളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വെൻറ്റിലേറ്ററിലേക്ക് മാറി എന്നാണ് പറയുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലാണ് സ്ഥിതി എന്നാണ് വാർത്തകൾ വരുന്നത്. പത്രക്കാരും ആ വാർത്തകൾ തന്നെയാണ് വരുന്നത്. എങ്കിലും മെഡിക്കൽ കോളേജിലെ അധികൃതർ ചെറിയ 1-2 കാര്യങ്ങൾ പറഞ്ഞു. അത് ബ്രെയിനിലേക്കുള്ള തലച്ചോറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറച്ച് നേരത്തേന് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓക്സിജൻ സപ്ലൈ കുറവാണ്. ഓക്സിജൻ ശ്വാസം വലിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വെൻറ്റിലേറ്ററിലാക്കി. ബ്രെയിനിലെ ഒരു 1-2 മിനിറ്റ് നമുക്ക് ബ്ലഡ് സപ്ലൈ നിന്ന് പോയാൽ ബ്രെയിനിന് ആവശ്യമുള്ള ഓക്സിജൻ ലഭിക്കില്ല. അങ്ങനെയാണ് നമ്മൾ ഡെത്തിലേക്ക് പോകുന്നത്. സെസേഷൻ ഓഫ് ഇൻട്രാക്രേനിയൽ ബ്ലഡ് ഫ്ലോ അത് ഉണ്ടായില്ല എന്നുള്ള ഒരു ധ്വനിയാണ് വരുന്നത്. തലയിൽ നമുക്ക് ബ്രെയിനിലേക്ക് ഇൻട്രാക്രേനിയൽ അങ്ങോട്ട് ഉള്ള ബ്ലഡ് സപ്ലൈ ഒരാൾ ആത്മഹത്യ ശ്രമിക്കുമ്പം കഴുത്ത് മുറുകുമ്പം ബ്ലഡ് സപ്ലൈ ബ്രെയിനിലേക്ക് വരില്ല. അങ്ങനെ ആ സപ്ലൈ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെത്താവും. ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൃത്യമായി വന്നില്ല അഫാൻ്റെ കേസിൽ. അതുകൊണ്ട് അവർ വെൻറ്റിലേറ്ററിലേക്ക് ആക്കി. 2 കാര്യങ്ങൾ. അദ്ദേഹം കണ്ണടച്ചാണ് കിടക്കുന്നത്, കണ്ണ് തുറക്കുന്നില്ല. ആ കണ്ണ് തുറക്കാനായിട്ട് സാധാരണഗതിയിൽ ഡോക്ടർമാർ ചെറിയ പ്രിക്കുകൾ അത് ഇൻറ്റേർണലായിട്ടും കൊടുക്കാം, എക്സ്റ്റേണലായിട്ടും കൊടുക്കാം. അപ്പം കണ്ണ് തുറന്ന് കണ്ടു വീണ്ടും അടയ്ക്കും. ആ ഒരു പ്രക്രിയ നടന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഇതുവരെ മനസ്സിലാകുന്നില്ല, വെളിയിലോട്ട് വരുന്നില്ല വാർത്തകൾ. എങ്കിലും ഒരു കാര്യം മെഡിക്കൽ കോളേജുകാർ പറഞ്ഞു, ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ അത് കുറച്ച് സെക്കൻഡ് നേരത്തെ നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ICUവിനകത്ത് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ സ്റ്റിമുല ഒരു കുത്ത്, ഒരു നോവ് ഒക്കെ കൊടുത്താൽ കണ്ണ് പെട്ടെന്ന് നമ്മൾ തുറക്കും, കണ്ണ് ചലിക്കും. ഒരു കോമ അവസ്ഥയിൽ തന്നെയാണ് അഫ്ഗാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കോമ അവസ്ഥയിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറന്ന് സ്റ്റിമുലസ് കൊടുത്താൽ കണ്ണ് തുറന്ന് അടയ്ക്കുകയും ചെയ്യും. അങ്ങനൊരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമാണ്. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജുകാർ പറഞ്ഞത് അതീവ ഗുരുതരാവസ്ഥയിലാണ്. തലച്ചോറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറച്ച് നേരം നിന്നതിനാൽ തലച്ചോറിന് ആവശ്യമായ ഓക്സിജൻ ലഭിച്ചില്ല. അത് വളരെ അപകടകരമായ സ്ഥിതി തന്നെയാണ്. ആഡിക്വേറ്റ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടണം. ബ്ലഡ് സപ്ലൈ അവിടെ നിന്ന് കുറച്ച് നേരത്തെ നിന്ന് ആ പ്രശ്നമായി. ഓക്സിജൻ സപ്ലൈ ഉണ്ടാവില്ല. ഓക്സിജൻ സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്രെയിനിൻ്റെ ചിന്തയ്ക്ക് ആവശ്യമായ ഗ്ലൂക്കോസ്
ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് രണ്ടും നിന്നതായിട്ടാണ് ഒരു സംശയം വരുന്നത്. കണ്ണ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നില്ല എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. വെൻറ്റിലേഷൻ്റെ ഹെൽപ്പില്ലാതെ ICUയിലല്ലാതെ പുള്ളിക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല ഇപ്പോഴും എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഏതായാലും ഒരു ക്ലിനിക്കലായിട്ടുള്ള കോമ ആണോ അതോ ക്ലിനിക്കൽ ഡെത്തിലേക്ക് പോയോ ഒന്നും നമുക്കറിയില്ല. അത് ഏതായാലും ഒരു 6 മണിക്കൂർ അവർ വാച്ച് ചെയ്യും. അതിനുശേഷം വീണ്ടും ഒരു 6 മണിക്കൂർ ചെയ്യാം. 24 മണിക്കൂർ വരെ ആ രീതിയിൽ കിടക്കും. എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അറിയാം. അത് ചിലപ്പം 48 മണിക്കൂർ വരെ നീട്ടാം. അതിന് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലയോ എന്ന് ഡോക്ടർമാർക്കറിയാം. കോമയിലാണോ അബോധാവസ്ഥയിലാണ് എന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ കോമ 1-2 വിധത്തിലുണ്ടാകാം. ബ്ലഡിനകത്തുള്ള അല്ലെങ്കിൽ തലച്ചോറിനകത്ത് ബ്ലഡ് സപ്ലൈ ഇല്ലാതെ നമ്മൾ കോമയിലോട്ട് പോകും. ആത്മഹത്യ ചെയ്യുന്നവർ കംപ്ലീറ്റ് അവർ കഴുത്ത് മുറുകുമ്പം ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നിൽക്കും. 2 വിധത്തിലുണ്ടാകാം. ബ്ലഡ് സപ്ലൈ നിർന്നാൽ ഡെത്ത്, കാർഡിയോ വാസ്കുലർ അല്ലെങ്കിൽ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നിന്ന ഡെത്ത്, മരണമാണ്. അപ്പോൾ ക്ലിനിക്കൽ കോമ അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ അവസ്ഥയിലാണോ അതൊരു കോമ അവസ്ഥയിൽ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ഇൻറ്റേർണൽ എക്സ്റ്റേണൽ സ്റ്റിമുലസ് കൊടുത്താൽ അനക്കമുണ്ടോ ഇതൊന്നും നമുക്കിപ്പം വ്യക്തമല്ല. എങ്കിലും ഡോക്ടർമാർ ഒരു കാര്യം പറഞ്ഞു, ആവശ്യത്തിനുള്ള ബ്ലഡ് സപ്ലൈ തലച്ചോറിൽ ചെന്നില്ല. അതുകൊണ്ട് തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ചു എന്ന് ഉറപ്പായി. അപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടാകാം. കാർഡിയോ വാസ്കുലർ അറസ്റ്റാണോ അതൊരു ക്ലിനിക്കൽ ബ്രെയിനിലെ അവിടുത്തെ ഒരു അറസ്റ്റാണോ ഏതാണെന്നും വ്യക്തമല്ല. ഏതായാലും ഗുരുതരാവസ്ഥയിൽ, അതീവ ഗുരുതരാവസ്ഥയിൽ നിന്നൊക്കെ വാർത്തകൾ വന്നിരിക്കുന്നു. ഗുരുതരാവസ്ഥയിൽ തന്നെ, അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ, യാതൊരു സംശയമില്ല. അത് മെഡിക്കൽ കോളേജുകാർ പറയുകയും ചെയ്തു. ഏതായാലും അടുത്ത 24 മണിക്കൂർ വളരെ പ്രയോജനപ്പെടും. ആ 24 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് എന്താണെന്നറിയാം. കണ്ണ് ചിമ്മുന്നുണ്ടോ എന്നുള്ളത് പ്രസക്തമായൊരു ചോദ്യമാണ്. ഇല്ലെങ്കിൽ കോമയിൽ തന്നെയാണ്. കോമയിൽ കിടക്കുമ്പോൾ EEG വേരിയേഷൻ, EEG നോക്കിക്കഴിഞ്ഞാൽ അതിന് അനക്കമില്ലെങ്കിൽ വളരെ ഗുരുതരാവസ്ഥ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഇനി മെഡിക്കൽ കോളേജിൽ പരിശോധിച്ച് കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് ICUവിനകത്തുള്ള ആർട്ടിഫിഷ്യലായിട്ട് അവർക്ക് ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് 12 മണിക്കൂർ 24 മണിക്കൂറിനുള്ളിൽ അറിയാം.